നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലാകെ വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് LDF ഇടുക്കി ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ ഇലക്ഷൻ ഒന്നാം ഘട്ട NDA സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യഘട്ട പട്ടികയിൽ നിലവിലെ 8 കൗൺസിലർമാരിൽ ആരുമില്ല. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് കോതമംഗലം നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു. നേതൃസംഗമം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A. മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. 17 മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പമ്പ വരെ KSRTC ബസ് സർവീസും ഉണ്ടായിരിക്കും. വാർത്തകൾ വിശദമായി. സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനമനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലാകെ വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് LDF ഇടുക്കി ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ചു. സമ്പൂർണ്ണ ഐക്യത്തിലും കൂട്ടായ ചർച്ചയിലുമാണ് സീറ്റ് വിഭജനം പൂർത്തീകരിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ജനമനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലാകെ വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് LDF ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിച്ചു. സമ്പൂർണ്ണ ഐക്യത്തിലും കൂട്ടായ ചർച്ചകളിലുമാണ് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ CPIM 8 സീറ്റുകളിലും CPI 5 സീറ്റിലും കേരള കോൺഗ്രസ് M 4 സീറ്റുകളിലും മത്സരിക്കും. കട്ടപ്പന നഗരസഭയിലെ 35ഉം തൊടുപുഴ നഗരസഭയിലെ 38 സീറ്റുകളിലും ധാരണയായി. ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 112 സീറ്റുകളും ഗ്രാമപഞ്ചായത്തുകളിലെ 834 സീറ്റുകളിലും ധാരണയായി. LDF സ്ഥാനാർത്ഥികൾ 19, 20 തീയതികളിലായി നോമിനേഷൻ നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതികളും ജില്ലാ പഞ്ചായത്തും ഗവൺമെന്റ് മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജില്ലയിലെ കൃഷിക്കാരെ ആകമാനം ബാധിച്ച ഭൂപ്രശ്നങ്ങളടക്കമുള്ള വിഷയങ്ങളിൽ ശാശ്വതമായ പരിഹാരം കണ്ടതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ നേടുമെന്നുള്ള കാര്യത്തിൽ സംശയവുമൊന്നുമില്ല. നല്ല വിജയത്തോടുകൂടി ഇന്നുള്ള പഞ്ചായത്ത് ഭരണസമിതിയേക്കാളും കൂടുതൽ അംഗങ്ങളോടുകൂടി പഞ്ചായത്ത് ഭരണത്തോടുകൂടി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ തിരിച്ചു വരുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സീറ്റ് വിഭജനം പൂർത്തിയായി. CPM പാർട്ടി ജില്ലാ പഞ്ചായത്തിലേക്ക് 8 സീറ്റിലാണ് മത്സരിക്കുന്നത്. CPI 5 സീറ്റിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി 4 സീറ്റിലാണ് മത്സരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും എടുത്തു. ഈ തീരുമാനം എടുക്കുമ്പോൾ 2 സീറ്റുകൾ കക്ഷികൾ പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഉപ്പുതറയിൽ മത്സരിച്ചത് CPI ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വാഗോണിൽ മത്സരിച്ചത് CPM ആയിരുന്നു. ആ സീറ്റുകൾ പരസ്പരം CPIയും CPM ചേർന്ന് കൈമാറുകയും ഇപ്പോൾ വാഗോണിൽ CPIയും ഉപ്പുതറയിൽ CPM മത്സരിക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ പൊതു സാഹചര്യം നല്ലതുപോലെ രൂപപ്പെടുവന്ന് 9 വർഷക്കാലത്തധികമായ പിണറായി സർക്കാർ ജനപക്ഷ എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടുകളുടെ പൊതു സ്വീകാര്യത തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുവരും. മറ്റൊരു കാര്യം, കഴിഞ്ഞ 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ എല്ലാ കാര്യവും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇനിയും അവശേഷിക്കുന്ന ഒരു കാര്യം പുതിയ നിർമ്മിതിക്ക് വേണ്ടിയുള്ള അനുമതി. അതിൻ്റെ എല്ലാ പ്രക്രിയയും പൂർത്തിയായിട്ടുള്ള സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ മാത്രമേ
അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതോടുകൂടി തീരും. 16 വർഷക്കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ജില്ലാ പഞ്ചായത്ത് തിരിച്ചു വിളിച്ചത്. ശ്രദ്ധേയമായ പ്രവർത്തനം ജില്ലാ പഞ്ചായത്ത് നടത്താൻ കഴിയും. ഒന്ന്, ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ 87-ൽ ഇടുക്കി ജില്ലയിൽ ഐഡിയ പിരിച്ചുവിട്ട് ജില്ലാ ആസ്ഥാനം ജില്ലാ പഞ്ചായത്തിലെ ആസ്തി ബാധ്യതകൾ ജില്ലാ പഞ്ചായത്തിന് കൈമാറുന്നു. ജില്ലയുടെ ആസ്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നിലപാട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ കെ സലിംകുമാർ, CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ നഗരസഭ ഇലക്ഷൻ ഒന്നാം ഘട്ട NDA സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യഘട്ട പട്ടികയിൽ നിലവിലെ 8 കൗൺസിലർമാരിൽ ആരുമില്ല. ദേശീയ ജനാധിപത്യ സഖ്യം തൊടുപുഴ മുനിസിപ്പാലിറ്റി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തൊടുപുഴ സിന്നമൺ ഓഡിറ്റോറിയം നടന്ന ചടങ്ങിലാണ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കിയത്. BJP ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ PP സാനു അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ BJPയുടെ മുഴുവൻ ഘടകങ്ങളും മുഴുവൻ നേതാക്കന്മാരും ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു മാറ്റത്തിന് അമൃത് നഗരമായി തൊടുപുഴയെ മാറ്റാൻ, കേരളത്തിലെ ഏറ്റവും നല്ല നഗരമായി തൊടുപുഴയെ മാറ്റാൻ, തൊടുപുഴയിലെ ആവാസ വ്യവസ്ഥയിൽ ചലനമുണ്ടാക്കാൻ, തൊടുപുഴയുടെ വികസന സങ്കല്പങ്ങൾക്കും വികസന സ്വപ്നങ്ങൾക്കും യാഥാർത്ഥ്യമാക്കാൻ BJPക്കായി, ദേശീയ ജനാധിപത്യ സഖ്യത്തിനായി പ്രവർത്തിക്കാൻ, പടവെട്ടാൻ, പടപ്പുറപ്പാടിൽ ഒരുമിച്ച് നിൽക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷനും ജില്ലാ സഹപ്രഭാതയുമായ അഡ്വക്കേറ്റ് നോബിൾ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. BJP തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് ശ്രീകാന്ത് കാഞ്ഞിരമറ്റം സ്ഥാനാർത്ഥി പട്ടിക വായിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥികൾ നേതൃത്വ സമിതി മാലയിട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം K സജി, സംസ്ഥാന പരിസ്ഥിതി സെൽ കൺവീനർ MN ജയേന്ദ്രൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ഷിബു ജേക്കബ്, ശ്രീ രാജേഷ് പൂവാശ്ശേരി, മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ജിബിൻ മാത്യു, ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സംസാരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളും അടുത്ത സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റും പൊതുയോഗം പാസാക്കി. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് ബിജോയ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് പ്രഖ്യാപനം നടത്തിയത്. യോഗത്തിൽ മികച്ച സംഘാടകനുള്ള ലയൺസ് ക്ലബ് പുരസ്കാര ജേതാവ് ഭരണസമിതി അംഗമായ ഷിൻഡോ ജോർജിനെ ആദരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് കണക്കുകളും അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റും പൊതുയോഗം പാസാക്കി. അംഗങ്ങളുടെ മക്കളിൽ നിന്നും D.Ed, B.Ed, M.Ed, BP.Ed, MP.Ed പരീക്ഷകൾ പാസ്സായവരെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെയും ആദരിച്ചു. വൈസ് പ്രസിഡന്റ് ജിബിൻ മാത്യു, സെക്രട്ടറി ഷാംഗ്ലിൻ ജോസ്, ഭരണസമിതി അംഗങ്ങളായ സജി മാത്യു, ജോയ്സ് മാത്യു, ലിജോമോൻ ജോർജ്, രതീഷ് VR, ഗ്ലോറിയ തോമസ്, ബിന്ദുമോൾ K ഓലിയപ്പുറം, സ്മിത അഗസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ അഹല്യ ഐക്കർ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നേത്ര പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. നവംബർ 16 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിനോടനുബന്ധിച്ച് മങ്ങാട്ടുകാല ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഫ്ലാഷ് മോബ് നടത്തി. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ അഹല്യ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി നേത്ര പരിശോധനാ ക്യാമ്പ് ആരംഭിച്ചു. പ്രമേഹം മൂലം നേത്രാന്തര പടലത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് വിളിക്കുന്നത്. പ്രമേഹ രോഗികൾ കൃത്യമായ ഇടവേളകളിൽ നേത്ര പരിശോധന നടത്തുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. മങ്ങിയതോ വ്യതിചലിച്ചതോ ആയ കാഴ്ച, നിറങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിൽ കാഴ്ച കുറയുക, കാഴ്ചയിൽ ശൂന്യമായ ഭാഗങ്ങൾ അഥവാ അന്ധബിന്ദുക്കൾ ഉണ്ടാകുക,
തുടങ്ങിയവയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ അടയാളങ്ങളും ലക്ഷണങ്ങളും. പാരമ്പര്യമായി പ്രമേഹമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത ഏറെയാണ്. ക്യാമ്പിന്റെ ഭാഗമായി മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് ഫ്ലാഷ് മോബ് നടത്തി. Só que a profissão das minas é... Abusadamente ela vai batendo, ela vai sentando, ela vai ficando. ഒപ്റ്റോമെട്രിസ്റ്റ് ശ്രുതി PS അവബോധ ക്ലാസ് നയിച്ചു. സോണൽ മാനേജർ ക്രിസ്റ്റി VM, പബ്ലിക് റിലേഷൻ മാനേജർ എബിൻ ജോസ്, അഹല്യ സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു. ഹായ്, ഞാൻ ശ്രുതി. അഹല്യ ഐ ഹോസ്പിറ്റൽ തൊടുപുഴയിൽ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ കുറിച്ചിട്ടാണ്. പ്രമേഹം മൂലം കണ്ണിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിൽ സിംറ്റംസ് വന്നിട്ട് മങ്ങിയ കാഴ്ച, നിറങ്ങൾ കാണാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാമാണ് ഇതിന് പ്രധാനമായ ലക്ഷണങ്ങൾ. ഇനി പറയാൻ പോകുന്നത് ഡയഗ്നോസ്റ്റിക് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഫണ്ടസ് ഫ്ലൂറിസൻ ആൻജിയോഗ്രഫി, പിന്നെ OCT എന്ന സ്കാനുകൾ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വന്നിട്ട് ഫസ്റ്റ് നമുക്ക് ലേസർ തെറാപ്പി ചെയ്യാം. ഇതുപോലെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടനടി ഹോസ്പിറ്റലിൽ സമീപിക്കേണ്ടതാണ്. താങ്ക് യു. ഡയബറ്റിക് റെറ്റിനോപ്പതി നേത്രരോഗ പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. ഡോക്ടർ കൺസൾട്ടേഷൻ 50% ഡിസ്കൗണ്ടിൽ ക്യാമ്പിൽ നൽകും. ശസ്ത്രക്രിയയ്ക്ക് 10% കിഴിവും ഉണ്ടായിരിക്കും. BP, ഷുഗർ തുടങ്ങിയവ പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 9180-890-9721 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുസ്ലിം ലീഗ് കോതമംഗലം നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു. കോതമംഗലം വ്യാപാര ഭവൻ ഹാളിൽ നടന്ന നേതൃസംഗമം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PM സക്കറിയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം, ജില്ലാ സെക്രട്ടറി PM മൈദീൻ, നിയോജക മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് ഇക്ബാൽ, PM കരീം, CA സുബൈർ, PK മൊയ്തു, KB മുഹമ്മദ് ഷാഫി, PMA കരീം, നിസാർ ഈറക്കൽ എന്നിവർ സംസാരിച്ചു. നമുക്കില്ലെങ്കിൽ നമ്മുടെ പേര് അവിടെ ഇല്ല എങ്കിൽ നമ്മുടെ പിതാവിന്റെയോ മാതാവിന്റെയോ പേരിന്റെ നമ്മളോട് എഴുതണം, പേര് വരും. അവര് ഡ്രാഫ്റ്റ് ഇലക്ട്രോണിൽ വരും. അവരുടെ ആ ഫാദറിനോ മദറിനോ അവരുടെ ഉപ്പാക്കോ ഉമ്മാക്കോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. നിങ്ങൾ ഒരു ഡോക്യുമെന്റ് കൊടുക്കണ്ട. ഇലക്ട്രോൺ ഉണ്ടാക്കുമെന്നാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. നാളെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ എല്ലാ മീറ്റിംഗിലും പോയി പങ്കെടുത്തതിലാണ്. അവര് ഡ്രാഫ്റ്റ് ഇലക്ട്രോണിൽ വരും. അവരുടെ ആ ഫാദറിനോ മദറിനോ അവരുടെ ഉപ്പാക്കോ ഉമ്മാക്കോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. പീസ് വാലി യൂണിസൺ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ യോഗം യൂണിസൺ കൺസൾട്ടൻസി ചെയർമാൻ ഡോക്ടർ KA അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂലയിൽ, യൂണിസൺ കൺസൾട്ടൻസി MD കബീർ B എന്നിവർ സംസാരിച്ചു. പീസ് വാലി യൂണിസൺ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന ഗ്രീൻ സ്പിയർ ക്യാമ്പസ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ഒപ്പുവച്ചു. ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിസൺ കൺസൾട്ടൻസി ചെയർമാൻ ഡോക്ടർ KA അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T മൂലയിൽ അക്കാദമിക് നവീകരണവും സ്ഥാപനത്തിന്റെ ഭാവി പദ്ധതിയെക്കുറിച്ചും വിശദീകരിച്ചു. യൂണിസൺ കൺസൾട്ടൻസി MD കബീർ B ഹാറൂൺ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ, പ്രവർത്തന രീതി, വിദ്യാർത്ഥി പങ്കാളിത്ത സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. കോളേജ് മാനേജർ സുനിൽ ജോസഫ്, പീസ് വാലി സെക്രട്ടറി MM ഷംസുദ്ദീൻ, കൽക്കുന്നൽ മാർ ഗീവർഗീസ് സഹദ ചർച്ച് ട്രസ്റ്റി CM ജോർജ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല C തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള പിന്തുണ സംരംഭത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. യൂണിസൺ കൺസൾട്ടൻസി ഡയറക്ടർമാരായ സെബാസ്റ്റ്യൻ വില്ലിംഗ്ടൺ, KM സലീം, പ്രോജക്ട് കോർഡിനേറ്റർ റാഷ സാഹിർ, സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഹരിത ER എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ യുറേക്ക 2025 എക്സിബിഷൻ സംഘടിപ്പിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ സിസ്റ്റർ കരോളിൻ CMC അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ ട്രീസ ജോസ് ആശംസകൾ നേർന്നു. കുട്ടികളിൽ അന്വേഷണാത്മക പഠനരീതി വളർത്തുന്നതിനും പ്രശ്നപരിഹാര ശേഷി വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് എക്സിബിഷൻ നടത്തിയതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വെട്ടിമറ്റം വിമല പബ്ലിക് സ്കൂളിൽ യുറേക്ക 2025 എന്ന പേരിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു.
കുട്ടികളിൽ അന്വേഷണാത്മക പഠനരീതി വളർത്തുന്നതിനും പ്രശ്നപരിഹാര ശേഷി വികസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് യുറേക്ക 2025 സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി തിരി തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ റവറന്റ് സിസ്റ്റർ കരോളിൻ CMC അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ ട്രീസ ജോസ് ആശംസ നേർന്നു. സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, സയൻസ്, ക്രാഫ്റ്റ് എന്നീ 4 വിഭാഗങ്ങളിലായാണ് എക്സിബിഷൻ നടത്തിയത്. അധ്യാപകരായ സുലി, സുനിത, ഷീബ, സിസ്റ്റർ ഡെൽന, ബോബി, ജിതിൻ, ജൂബി, എൽസിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടിമറ്റം. ശിശുദിന ആഘോഷത്തോടനുബന്ധിച്ച് കളയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി കളയന്താനിയിലെ വെയിറ്റിംഗ് ഷെഡ് വൃത്തിയാക്കി. ശിശുദിനത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് പവിത്ര ഫാൻസി ഷോപ്പ് ഉടമ PK ശിവദാസൻ മധുരം നൽകി. കുട്ടികളെ സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ് അഭിനന്ദിച്ചു. പ്രവർത്തനങ്ങൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റെക്സി ടോം, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനിലം ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനാഘോഷത്തോടനുബന്ധിച്ച് കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കലയന്താനിയിലെ വെയിറ്റിംഗ് ഷെഡ് വൃത്തിയാക്കി. ഗ്രീൻ കേരള ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് NSS യൂണിറ്റ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് വെയിറ്റിംഗ് ഷെഡ് വൃത്തിയാക്കിയത്. സ്കൂൾ കവാടം മുതൽ വെയിറ്റിംഗ് ഷെഡ് വരെയുള്ള ഭാഗമാണ് NSS വോളണ്ടിയേഴ്സ് വൃത്തിയാക്കിയത്. വീടും വിദ്യാലയവും മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ കൂടി വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം കുട്ടികൾ സമൂഹത്തിന് പകർന്നു നൽകുകയായിരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു. ശിശുദിനത്തിൽ മാതൃകാപരമായി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്ക് പവിത്ര ഫാൻസി ഷോപ്പ് ഉടമ PK ശിവദാസൻ മധുരം നൽകി. ശുചിത്വ മിഷൻ സ്കൂളിലും പരിസരത്തും ഭംഗിയായി നിർവഹിക്കുന്ന കുട്ടികളെ സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ് അഭിനന്ദിച്ചു. പ്രവർത്തനങ്ങൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റെക്സി ടോം, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനിലം ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കലയന്താനി. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം വ്യത്യസ്ത കർമ്മ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ച് ന്യൂമാൻ കോളേജ് ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ 18 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത കാര്യപരിപാടികൾ ഒരുക്കി വിവിധ സ്ഥാപനങ്ങളിലുള്ള കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷിക പരിപാടി പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി തൊടുപുഴയിലെ യുദ്ധ സ്മാരകത്തിൽ റീത്ത് സമർപ്പിച്ച് വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് വന്ദേ മാതര മത്സരവും നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികം വ്യത്യസ്ത കർമ്മ പരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ച് ന്യൂമാൻ കോളേജ് ശ്രദ്ധേയമായി. മൂവാറ്റുപുഴ 18 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് വ്യത്യസ്ത കാര്യപരിപാടികൾ ഒരുക്കി വിവിധ സ്ഥാപനങ്ങളിലുള്ള കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വാർഷിക പരിപാടി പ്രൗഢഗംഭീരമാക്കിയത്. ചടങ്ങിൽ 18 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ്, ന്യൂമാൻ കോളേജ് അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, ബെർസർ ഫാദർ എബ്രഹാം നിരവത്തിനാൽ, ഫാദർ അലൻ വെള്ളാങ്കുന്നിൽ, സുബേദാർ മേജർ സുഖ്ജിത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴയിലെ യുദ്ധസ്മാരകത്തിൽ യുദ്ധവീരന്മാരായ ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് റീത്ത് സമർപ്പിച്ചുകൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഈ വർഷവും ന്യൂമാൻ കോളേജിന്റെ ബാൻഡ് തന്നെയാണ് 2026 റിപ്പബ്ലിക് ഡേ പരേഡിൽ ഡൽഹിയിലേക്ക് പോകുന്നത്. അപ്പോൾ അവര് ഇവിടെ ദിവസങ്ങളായിട്ട് ഇവിടെ താമസിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ കോളേജും ഈ കോളേജിന്റെ NCCയും ഇവിടുത്തെ NCCയുടെ ബാൻഡും അതുപോലെ ഈ ബറ്റാലിയനും ഒക്കെ കേരളത്തിന്റെയും അതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമായി NCCയുടെ ഭാഗമായി മാറിത്തീരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് മുൻകൈ എടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് മാനേജ്മെന്റിനും ഇവിടെ പ്രജീഷ് സാറിനും ഇവിടുത്തെ കമാൻഡിംഗ് ഓഫീസറിനും അതുപോലെ ഇവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കേഡറ്റ്സിനും PS സ്റ്റാഫിനും ഞാനൊരു ഔട്ട്സൈഡ് ANO എന്ന നിലയിൽ എന്റെ പ്രത്യേകമായ സ്നേഹവും നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. തുടർന്ന് വന്ദേ മാതര മത്സരം നടത്തി. മത്സരത്തിൽ കോതമംഗലം MA കോളേജ് 1ാം സ്ഥാനവും ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തോടൊപ്പം മെഗാ വന്ദേ മാതര ആലാപനവും നടത്തി. ചടങ്ങിനോടനുബന്ധിച്ച് പ്രൊഫസർ A.T. ജോൺ മെമ്മോറിയൽ അഖില കേരള ഇന്റർ കോളേജിയേറ്റ്
NCC ഫെസ്റ്റ് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. വിവിധ മത്സരങ്ങളിലെ പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഓവറോൾ ചാമ്പ്യന്മാരായി. വിവിധ കർമ്മപരിപാടികൾക്ക് സീനിയർ അണ്ടർ ഓഫീസർ അഭിജിത് ബിജു, നിരഞ്ജന രാജൻ, ദേവി കൃഷ്ണ, നിരഞ്ജൻ പ്രമോദ്, സെവിൻ വിനോദ്, ഗോപിക ഉണ്ണി, അതുൽ കെ ബിനു, കൗശിക് ലാൽ, അരവിന്ദ്, അലക്സ് എം ജോർജ്, അക്ബർ അലി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ബീഹാറിലെ NDAയുടെ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വണ്ണപ്പുറം അമ്പലപ്പടിയിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BJP മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രമ്യമാൾ UK അധ്യക്ഷത വഹിച്ചു. TK സനൽകുമാർ, അനുരാജ് രാജൻ, രാജേഷ് കല്ലേപ്പള്ളി, CG റെജി, ദീപ ദിനേശൻ, ടിജോ ജോസ്, PS ബാബു എന്നിവർ സംസാരിച്ചു. ഇന്ത്യ ആകെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ശക്തിപ്പെടുന്നു, കൂടുതൽ ശക്തിപ്പെടുന്നു എന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം. തീർച്ചയായും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കേരള സംസ്ഥാനത്തിലെ BJPയുടെയും NDAയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും പ്രവർത്തകന്മാർക്ക് ഇത് കടുത്ത ആവേശം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ആവേശമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകർക്ക് നൽകുക. വലിയ വിജയം നേടാൻ കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷകളെയും തകർത്ത കോൺഗ്രസ് ഇല്ലായ്മപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ആ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇത് വീണ്ടും ഇന്ത്യയിൽ ആവർത്തിക്കാൻ പോവുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും അവശേഷിക്കുന്ന മേഖലകളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി നാമാവശേഷമാകും എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠം. അതിനൊന്ന് ആവേശം ഉൾക്കൊണ്ട് തീർച്ചയായും സമയം വൈകിയതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. 2 ദിവസത്തിനുള്ളിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും. അതിന്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് പ്രഖ്യാപനം നടത്തുന്നതോടുകൂടി വണ്ണപ്പുറം പഞ്ചായത്തിൽ എല്ലാ സീറ്റിലും തന്നെ മികച്ച പ്രകടനം നടത്തുവാനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ വണ്ണപ്പുറത്തെയും കേരളത്തിലെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തീർച്ചയായും അഹങ്കരിക്കുകയല്ല, കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടുകൂടി നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം നമ്മുടെ പഞ്ചായത്തിന് സംഘടിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ മണ്ഡല മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് നവംബർ 17-ാം തീയതി മുതൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ CC കൃഷ്ണൻ, KR വേണു, B വിജയകുമാർ, സ്റ്റാഫ് സെക്രട്ടറി KR ദാസ് എന്നിവർ അറിയിച്ചു. കെട്ടുനിറയ്ക്കുന്നതിനും അയ്യപ്പ ഭക്തർക്ക് ക്ഷേത്രത്തിൽ വിരിവെച്ച് വിശ്രമിക്കുവാനും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഭക്ഷണവും ലഭ്യമാണ്. 17 മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പമ്പ വരെ KSRTC ബസ് സർവീസും ഉണ്ടായിരിക്കും. നാളെ കഴിഞ്ഞ് 17-ാം തീയതി 6 മണിക്ക് തൊടുപുഴ ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് പമ്പയിൽ അയ്യപ്പന്മാരുമായി എത്തുന്ന KSRTC സർവീസിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ട്രസ്റ്റും ഭാരവാഹികളും അയ്യപ്പ ഭക്തർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിപുലമായ സൗകര്യമാണ്. ഈ വർഷം ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിരിവെച്ച് വിശ്രമിക്കുന്നതിനും രാത്രികാലങ്ങളിൽ ഇവിടെ തങ്ങുന്ന അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം ഏർപ്പാടാക്കുന്നതിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 17-ാം തീയതി 6:30-നാണ് ബസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്നത്. ക്ഷേത്രം മേൽശാന്തി പൂമാല ചാർത്തി അനുഗ്രഹിച്ചു വിടുന്ന വാഹനം 41 ദിവസവും തൊടുപുഴ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പമ്പയിലേക്ക് അയ്യപ്പ ഭക്തരുമായി എത്തും. കഴിഞ്ഞ വർഷങ്ങളിൽ എന്ന പോലെ തന്നെ ഈ വർഷവും വിപുലമായ പരിപാടികളാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് തൊടുപുഴയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ വകയായിട്ടുള്ള ദീപാരാധനയും ദീപാരാധനയ്ക്ക് ശേഷമാണ് അയ്യപ്പ ഭക്തർ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡിന് ഇരുവശവും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് രോഗികളുമായി വരുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു.
ഒരു വാഹനത്തിന് കടന്നു പോകാൻ മാത്രം സൗകര്യമുള്ള റോഡിലാണ് അനധികൃത പാർക്കിംഗ് നടത്തുന്നത്. റോഡിന് ഇരുവശങ്ങളിലുമായി ദീർഘദൂരത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. റോഡിന്റെ ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് രോഗികളുടെയും ആംബുലൻസ് ജീവനക്കാരുടെയും ആവശ്യം. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലേക്കുള്ള റോഡിന് ഇരുവശവും വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വീതി കുറഞ്ഞ് ഒരു വാഹനത്തിന് കടന്നുപോകാൻ മാത്രം സൗകര്യമുള്ള റോഡിലാണ് അനധികൃത പാർക്കിംഗ് കൂടി നടത്തുന്നത്. റോഡിന് ഇരുവശങ്ങളിലുമായി ദീർഘദൂരത്തിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇതോടൊപ്പമാണ് ഓട്ടോകളുടെ പാർക്കിംഗ് ഏരിയ. രോഗികളുമായി അമിത വേഗത്തിലെത്തുന്ന ആംബുലൻസുകൾ പലപ്പോഴും വഴിയിൽ കുടുങ്ങുക പതിവാണ്. ദിവസേന 750ഓളം രോഗികളും അത്ര തന്നെ കൂട്ടിരിപ്പുകാരും മറ്റുമെത്തുന്ന ജില്ലയിലെ പ്രമുഖ താലൂക്ക് ആശുപത്രിയാണ് ഇത്. ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിക്കുകയും മികച്ച ഡോക്ടർമാരുടെ സേവനം ലഭിച്ചു തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചു. പല വാഹനങ്ങളും റോഡിൽ അലക്ഷ്യമായി പാർക്ക് ചെയ്യുക പതിവാണ്. വാണിജ്യ നികുതി ഓഫീസ്, BSNL ഓഫീസ്, ഗ്രാമീണ കോടതി, ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ്, ICDS ഓഫീസ്, ഡയറി മിൽക്ക് ഓഫീസ് തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകൾ, സെന്റ് മേരീസ് പള്ളി തുടങ്ങിയവ പ്രവർത്തിക്കുന്നതും ഈ ആശുപത്രിക്ക് സമീപത്താണ്. വിവിധ ഓഫീസുകളിലെ ജീവനക്കാരുടെയും ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരുടെ വാഹനങ്ങളാണ് റോഡരികിൽ പാർക്ക് ചെയ്യുന്നതിൽ അധികവും. റോഡിന്റെ ഒരു വശത്ത് മാത്രം പാർക്ക് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് രോഗികളുടെയും ആംബുലൻസ് ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF ജില്ലയിലാകെ വൻ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് LDF ഇടുക്കി ജില്ലാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭ ഇലക്ഷൻ ഒന്നാം ഘട്ട NDA സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യഘട്ട പട്ടികയിൽ നിലവിലെ 8 കൗൺസിലർമാരിൽ ആരുമില്ല. തൊടുപുഴ താലൂക്ക് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗങ്ങൾക്ക് 25% ലാഭവിഹിതം പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് ഗോതമംഗലം നിയോജക മണ്ഡലം നേതൃസംഗമം നടന്നു. നേതൃസംഗമം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A. മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മകരവിളക്ക് മഹോത്സവം പ്രമാണിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. 17 മുതൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പമ്പ വരെ KSRTC ബസ് സർവീസും ഉണ്ടായിരിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.